ഏവർക്കും സ്വാഗതം. നമുക്കൊരു ലോഗരിതമിക്കിന്റെ മറ്റൊരു കണക്ക് നോക്കാം. ഏതാ തന്നിരിക്കുന്നത്? sin x raised to cos y is equal to cos y raised to sin x എന്നാണ് തന്നിരിക്കുന്നത്. അപ്പം ലോഗരിതമിക് കണക്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ടേക്കിംഗ് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. ക്വസ്റ്റ്യൻ അതുപോലെ എഴുതിയിട്ട് ടേക്കിംഗ് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. അപ്പൊ ഇവിടെ എന്ത് വരും? ലോഗോ sin x ഹോൾ റൈസ് ടു cos y എന്ന് വരും ഇടതുവശം. അപ്പൊ വലതുവശമോ ലോഗോ കോസ് വൈ ദി ഹോൾ റൈസ് ടു സൈൻ എക്സ്. ഇവിടെ ശ്രദ്ധിച്ച് ചെയ്യണം, എക്സ് വൈ മാറിപ്പോവരുത്, അതാത് സ്ഥലത്ത് നോക്കിക്കോളണം. അപ്പൊ ഇവിടെ ഫോർമുല അനുസരിച്ച് നമ്മൾ എഴുതുമ്പോൾ എന്ത് വരും? ഇടതുവശം കോസ് വൈ ലോഗ് സൈൻ എക്സ് എന്ന് വരും. എങ്ങനെയാ അത് വന്നത്? ലോഗോ എക്സ് റൈസ് ടു എം ഇസ് ഈക്വൽ ടു എം ലോഗ് എക്സ്. അപ്പൊ ഇവിടെ എമ്മിന് പകരം കോസ് വൈ അല്ലേ എടുക്കണം. അപ്പൊ കോസ് വൈ ഇൻറ്റു ലോഗ് സൈൻ എക്സ് ഈക്വൽ ടു അപ്പുറത്തോ സൈൻ എക്സ് ഇൻറ്റു ലോഗ് കോസ് വൈ എന്ന് വരും. ഇനി ഇവിടെ എന്ത് ചെയ്യണം? നമ്മൾ ടേക്കിംഗ് ഡെറിവേറ്റീവ്. എപ്പോഴും ലോഗരിതമിക് ഒരേ രീതിയിൽ തന്നെയാണ് ചെയ്തു പോകുന്നത്. ടേക്കിംഗ് ഡെറിവേറ്റീവ്, ആദ്യം ലോഗരിതം എടുക്കണം, പിന്നെ ഡെറിവേറ്റീവ് എടുക്കണം. അപ്പൊ ഇവിടെ ഇടതുവശം പ്രോഡക്റ്റ് റൂൾ അല്ലേ. അപ്പൊ ഫസ്റ്റ് ഫംഗ്ഷൻ എന്താ? കോസ് വൈ ശ്രദ്ധിച്ചെഴുതണം ഇൻറ്റു ലോഗ് സൈൻ എക്സ്. ലോഗ് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് 1/sin x ഇൻറ്റു സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. മനസ്സിലായി? ഒന്നുകൂടെ കോസ് വൈ ഇൻറ്റു ലോഗ് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് 1/sin x ഇൻറ്റു എക്സ് അല്ല വന്ന സൈൻ എക്സ് ആണ് വന്ന, അപ്പൊ സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് പ്ലസ് ലോഗ് സൈൻ എക്സ് ഇൻറ്റു ലോഗ് സൈൻ എക്സ് ഇൻറ്റു എന്തിന്റെ ഡെറിവേറ്റീവ്? കോസ് വൈയുടെ ഡെറിവേറ്റീവ്. കോസ് വൈയുടെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് സൈൻ വൈ ഇൻറ്റു വൈ അല്ലേ വന്നത്, അപ്പൊ വൈയുടെ ഡെറിവേറ്റീവ് ഒരിക്കൽ കൂടാ. വൈയുടെ ഡെറിവേറ്റീവ് എന്താ? dy/dx. ഇത്രയും വരും ഇടതുവശത്തെ ആൻസർ. ഒന്നും കൂടെ കോസ് വൈ ഇൻറ്റു ലോഗ് സൈൻ എക്സ് ഇൻറ്റു 1/sin x ഇൻറ്റു സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് പ്ലസ്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷനിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആയി. ഇനി സെക്കൻഡ് ഫംഗ്ഷൻ എന്താ? ലോഗ് സൈൻ എക്സ് അല്ലേ, അപ്പൊ അത് അതുപോലെ എഴുതി ഇൻറ്റു എന്തിന്റെ ഡെറിവേറ്റീവ്? കോസ് വൈയുടെ ഡെറിവേറ്റീവ്. ലോഗ് സൈൻ എക്സ് ഇൻറ്റു കോസ് വൈയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ വൈ. മൈനസ് ഇട്ടിട്ടുണ്ട്, സൈൻ വൈ എഴുതി. ഇനി വൈ ആണ് വന്നത്, വൈയുടെ ഡെറിവേറ്റീവ് dy/dx. ഇനി നമുക്ക് റൈറ്റ് സൈഡ് എഴുതാം. റൈറ്റ് സൈഡ് വരുമ്പോൾ അതുപോലെ തന്നെയാണ് പ്രോഡക്റ്റ് റൂൾ. ഫസ്റ്റ് ഫംഗ്ഷൻ എന്താ? സൈൻ എക്സ് ഇൻറ്റു എന്തിന്റെ ഡെറിവേറ്റീവ്? ലോഗ് കോസ് വൈ 1/cos വൈ ഇൻറ്റു കോസ് വൈയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ വൈ ഇൻറ്റു എന്തിന്റെ ഡെറിവേറ്റീവ്? വൈയുടെ ഡെറിവേറ്റീവ് dy/dx. മനസ്സിലായി? അപ്പൊ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഡെറിവേറ്റീവ് ആയി പ്ലസ് സ്ഥലമില്ലാത്തോട് താഴോട്ട് എഴുതാം. ലോഗ് കോസ് വൈ പ്ലസ് ലോഗ് കോസ് വൈ. സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞത് ലോഗ് കോസ് വൈ ഇൻറ്റു സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ്. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? കോസ് എക്സ്. ഇത്രയും ഒറ്റ വരിയാണ്, ശ്രദ്ധിച്ചെഴുതി പോകണം. അപ്പൊ ഇത്രയും മനസ്സിലായി. ഇനി ഏതൊക്കെ ടേമിലാ dy/dx ഉള്ളത്? ഈ ടേമിലും ഉണ്ട്, ഈ ടേമിലും dy/dx. അപ്പൊ അത് നമ്മൾ ഒരേ സ്ഥലത്ത് കൊണ്ടുവന്ന് കോമൺ എടുക്കാൻ പോവാണ്. dy/dx ഉള്ള ടേമെല്ലാം കൂടെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് കോമൺ എടുക്കാൻ പോകും. അപ്പൊ dy/dx ഇങ്ങനെ കോമൺ എടുത്താൽ ഇടതുവശത്തുനിന്ന് പിന്നെ എന്തുണ്ട്? എന്താ ഇവിടെ ഉള്ളത്? ലോഗ് സൈൻ എക്സ് മൈനസ് സൈൻ വൈ ആണുള്ളത്. അപ്പൊ നമ്മൾ അത് എഴുതുന്നു മൈനസ് ലോഗ് സൈൻ എക്സ് സൈൻ വൈ എന്ന് എഴുതുന്നു. ഇവിടെ നിന്ന് dy/dx പുറത്തു പോയാൽ പിന്നെ ഉള്ള ടേമാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി അവിടെ നിന്ന് dy/dx ഇപ്പുറത്ത് ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്, ആ നെഗറ്റീവ് ഇപ്പുറത്ത് വരുമ്പോൾ പോസിറ്റീവ്. dy/dx പുറത്തു വിട്ടിട്ടുണ്ട്. പിന്നെ സൈൻ വൈ ബൈ കോസ് വൈ എന്ത് വരും? ആ മുകളിൽ സൈൻ വൈ ഉണ്ട്, ഡിവൈഡഡ് ബൈ കോസ് വൈ ഉണ്ട്. സൈൻ ബൈ കോസ് എന്ന് പറഞ്ഞാൽ എന്താ? ടാനാണ്. അപ്പൊ അവിടെ വരുന്നത് എന്താ? പ്ലസ് സൈൻ എക്സ്. ഈ സൈൻ എക്സ് ഏതെന്ന് വെച്ചാൽ ഈ സൈൻ എക്സ്. സൈൻ എക്സ് ടാൻ വൈ. ടാൻ എങ്ങനെ വന്നു? സൈൻ വൈ ബൈ കോസ് വൈ ടാൻ വൈ. dy/dx പുറത്ത് കിടക്കുന്നു. ഓക്കെ, അപ്പൊ അത് തീർന്നു. dy/dxന്റെ ടേം തീർന്നു. ഇനി dy/dx ഇല്ലാത്ത ടേം ഇവിടെ ഏതാ ഉള്ളത്? ഇതിൽ dy/dx ഉണ്ടായിരുന്നു, അത് പുറത്തു പോയി. ഇവിടെ dy/dx ഇല്ല. അപ്പൊ അവിടെ ശേഷിക്കുന്ന എന്താ? ലോഗ് കോസ് വൈ കോസ് എക്സ് എന്നാണ്. അപ്പൊ അവിടെ എഴുതുന്നു ലോഗ് കോസ് വൈ കോസ് എക്സ്. ലോഗ് കോസ് വൈ കോസ് എക്സ് അവിടെ ഉള്ളത്. ഇവിടെ ഇല്ലാത്തത് dy/dx ഇല്ലാത്ത ടൈം കോസ് ബൈ സൈൻ കോട്ട് വരൂലേ. അപ്പൊ കോസ് വൈ കോട്ട് എക്സ് എന്ന് വരൂലേ. മൈനസ്
മൈനസ് കോസ് വൈ കോട്ട് എക്സ് എന്ന് വരും. എങ്ങനെയാ വന്നത്? കോസ് വൈ അതുപോലെ പോയി കോസ് ബൈ സൈൻ എന്ന് പറഞ്ഞാൽ കോട്ടെക്സ്, കോസ് ബൈ സൈൻ കോട്ടെക്സ്. ഇത്രയുമാണ് ഇടതുവശം ഉണ്ടായിരുന്നത്, വലതുവശം ഉണ്ടായിരുന്നത്. നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ള? dy ബൈ ഡി എക്സ് അല്ലേ കണ്ടുപിടിക്കാനുള്ളത്. dy ബൈ ഡി എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? അതിന്റെ കൂടെ ഉള്ളത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. ഓക്കെ, നമ്മൾ എഴുതാൻ പോകുന്നു dy ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു dy ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ കിടക്കുന്നതിന് dy ബൈ ഡി എക്സിന്റെ കൂടെ ഉള്ള ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ വരുന്നു ലോഗ് കോസ് വൈ കോസ് എക്സ് മൈനസ് കോസ് വൈ കോട്ടെക്സ് ഡിവൈഡഡ് ബൈ dy ബൈ ഡി എക്സിന്റെ കൂടെ ഉള്ള ടൈം ഏതാ? ഇതിൽ പോസിറ്റീവ് നമുക്ക് ആദ്യം എഴുതാം, നെഗറ്റീവ് രണ്ടാമത് എഴുതാം. അപ്പൊ സൈൻ എക്സ് ടാൻ വൈ അല്ലേ ആദ്യം വരുന്നത്, അതായത് സൈൻ എക്സ് ടാൻ വൈ ആദ്യം. പിന്നെ ഇവിടെ മൈനസ് ഒന്നുകൊണ്ടാണ് ഞാൻ രണ്ടാമത് അത് എഴുതുന്നത്. മൈനസ് എന്താ? ലോഗ് സൈൻ എക്സ് സൈൻ വൈ, ലോഗ് എക്സ് സൈൻ വൈ. ഓക്കെ, ശ്രദ്ധിച്ചിടാം, നീണ്ട കണക്കാണ്. അപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്തു? അപ്പുറവും കൊണ്ടുവന്നു, ടേക്കിംഗ് ലോഗരിതം എടുത്തു, പ്രോഡക്റ്റ് റൂളാണ് വന്നത്. dy ബൈ ഡി എക്സ് എടുത്തു, dy ബൈ ഡി എക്സ് വരുന്ന ടൈം എല്ലാം കൂടെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നു, അതെഴുതി. മറ്റെല്ലാം കൂടെ അപ്പുറത്ത് പോയി. ഇനി dy ബൈ ഡി എക്സിന്റെ കൂടെ വരുന്ന ടൈം കൊണ്ട് എന്ത് ചെയ്താൽ മതി? റൈറ്റ് സൈഡിന് കിടക്കുന്നതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തിന്റെ ആൻസറായി? dy ബൈ ഡി എക്സിന്റെ ആൻസറായി. കണക്ക് ശ്രദ്ധിച്ച് ചെയ്യണം, എക്സ് വൈയും തമ്മിൽ മാറിപ്പോരുത്. ഓക്കെ, നമുക്ക് മറ്റൊരു കണക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം.